ലോക രാഷ്ട്രീയത്തിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നതെന്ന് നോക്കിയാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. അമേരിക്കൻ പ്രസിഡന്റിന് കലിപ്പിളകിയിരിക്കുകയാണ്. അപ്പുറത്ത് പാകിസ്ഥാനും ചൈനയ്ക്കും ഉറക്കവും നഷ്ടപ്പെട്ടു. കാരണം മറ്റൊന്നുമല്ല, ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പുതിയൊരു നീക്കം തന്നെയാണത്. കാര്യം സിമ്പിളായി പറയാം, ഭാവിയിലെ യുദ്ധങ്ങൾ ജയിക്കണമെങ്കിൽ ആകാശത്ത് ഒരു രാജാവ് വേണം. അതാണ് 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ അഥവാ സ്റ്റെൽത്ത് ഫൈറ്ററുകൾ എന്ന് പറയുന്നത്. എന്താണ് ഈ സ്റ്റെൽത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശത്രുക്കളുടെ റഡാറുകൾക്ക്, അതായത് അവരുടെ നിരീക്ഷണ കണ്ണുകൾക്ക് പിടികൊടുക്കാതെ പറക്കുന്ന വിമാനങ്ങൾ. ഒരു പ്രേതം പോലെ വരും, ശത്രുവിൻ്റെ താവളം തകർക്കും, ആരും കാണാതെ തിരിച്ചു പോകും. അതാണ് സാധനം. നമ്മുടെ ശത്രുവായിട്ടുള്ള പാകിസ്ഥാൻ ഇപ്പോൾ വലിയ അഹങ്കാരത്തിലാണ്. കാരണം ചൈനയുടെ കയ്യിൽ നിന്ന് J-35 എന്ന് പറയുന്ന അവരുടെ സ്റ്റെൽത്ത് വിമാനം, 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനം വാങ്ങാൻ പാകിസ്ഥാൻ പ്ലാൻ ഇടുന്നുണ്ട്. ഇന്ത്യ സ്വന്തമായി ഇത്തരം വിമാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതിന് 2030 എങ്കിലും ആകുമെന്നാണ് കരുതപ്പെടുന്നത്. ഈ ഒരു ഗ്യാപ്പിൽ ഇന്ത്യയെ വിരട്ടാമെന്നാണ് പാക് ചൈന കൂട്ടുകെട്ട് കരുതിയത്. അപ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വരുന്നത്. ഇന്ത്യയെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് F-35 വിമാനം വാങ്ങിക്കോ എന്ന് ട്രംപ് മോദിയോട് പറഞ്ഞു. പക്ഷേ അമേരിക്കയുടെ സ്വഭാവം നമുക്കറിയാമല്ലോ. കോടികൾ കൊടുത്ത വിമാനം വാങ്ങിയാലും അവർ 100 കണ്ടീഷൻ വയ്ക്കും. അവിടെ ഉപയോഗിക്കാൻ പാടില്ല, ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ. അതിന്റെ സോഴ്സ് കോഡൊന്നും നമുക്ക് കിട്ടില്ല. കാശും കൊടുക്കണം, റിമോട്ട് കൺട്രോൾ അമേരിക്കയുടെ കയ്യിൽ ഇരിക്കുന്നതാണ് അവസ്ഥ. ഇവിടെയാണ് റഷ്യൻ പ്രസിഡന്റ് സാക്ഷാൽ വ്ളാഡിമിർ പുടിൻ കളി മാറ്റുന്നത്. ഇന്ത്യയുടെ പഴയ ചങ്ങാതിയായിട്ടുള്ള റഷ്യ വന്നിട്ട് പറയുകയാണ്, അമേരിക്കയുടെ അടുത്തേക്ക് പോകണ്ട, റഷ്യയുടെ ഏറ്റവും വലിയ ബ്രഹ്മാസ്ത്രമായിട്ടുള്ള Su-57 5ാം തലമുറ വിമാനം ഞങ്ങൾ ഇന്ത്യക്ക് തരാം. വെറുതെ വിമാനം മാത്രമല്ല, അതിന് ടെക്നോളജി മുഴുവൻ തരാം. നമുക്ക് ഒരുമിച്ച് ഇന്ത്യയിൽ വെച്ച് തന്നെ ഇത് നിർമ്മിക്കാം, യാതൊരു നിബന്ധനകളുമില്ല. ഇത് കേട്ടതോടെയാണ് ട്രംപിന്റെ സമനില തെറ്റിയത്. അമേരിക്കയുടെ കോടിക്കണക്കിന് ഡോളറിന്റെ കച്ചവടം ഇന്ത്യ വേണ്ടെന്ന് വയ്ക്കുമോ, ഇന്ത്യ റഷ്യയോട് കൂടുതൽ അടുക്കുമോ എന്ന പേടിയാണ് വാഷിംഗ്ടണിൽ. മറുഭാഗത്ത് ചൈനയും പാകിസ്ഥാനും വിറയ്ക്കുകയാണ്. കാരണം റഷ്യയുടെ ആധുനിക സാങ്കേതിക വിദ്യയും ഇന്ത്യയുടെ ബുദ്ധിയും ചേർന്നാൽ പിന്നെ ഏഷ്യയിൽ അവർക്ക് പിടിച്ചു നിൽക്കാനാകില്ല എന്ന് നന്നായി അറിയാം. ഒരു കാലത്ത് ആയുധങ്ങൾക്കായി ലോകരാജ്യങ്ങളുടെ മുൻപിൽ കൈനീട്ടി നിന്ന ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. അമേരിക്കയും റഷ്യയും തങ്ങളുടെ ഏറ്റവും വലിയ ആയുധങ്ങൾ നൽകാൻ ന്യൂഡൽഹിക്ക് മുൻപിൽ വരി നിൽക്കുകയാണ്. ഇതാണ് ഇന്നത്തെ ഇന്ത്യയുടെ പവർ. വിലപേശാനും ലോകത്തെ കൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യിക്കാനും ഇന്ന് നമുക്കറിയാം. ന്യൂസ് ഡെസ്ക് കേരള.